ടെന്നീസ്. ടെന്നീസ് കളി ഉടലെടുത്തത് 12-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിലാണ്. ഫ്രഞ്ചുകാർ ജൂഡി പാമെ അഥവാ ഉള്ളംകൈ കൊണ്ടുള്ള കളി എന്നാണ് ടെന്നീസിനെ വിളിച്ചിരുന്നത്. ആധുനിക ടെന്നീസ് കളിയുടെ പിതാവായി അറിയപ്പെടുന്നത് ഇംഗ്ലണ്ടുകാരനായ മേജർ വാൾട്ടർ ക്ലോപ്റ്റൺ വിങ്ഫീൽഡ്. ഇപ്പോഴത്തെ ടെന്നീസുമായി വളരെയധികം സാദൃശ്യമുള്ളൊരു കളി 1873 വിങ്ഫീൽഡ് അവതരിപ്പിച്ചു. സ്ഫൈറിസ്റ്റിക് എന്നാണ് വിങ്ഫീൽഡ് കളിക്ക് പേര് നൽകിയത്. ടെന്നീസ് കളിയുടെ യഥാർത്ഥ നാമം ലോൺ ടെന്നീസ് എന്നാണ്. ടെന്നീസ് കളിയിലെ നിയമങ്ങളും ഉപകരണങ്ങളും 1874 വിങ്ഫീൽഡ് അവതരിപ്പിച്ചു. ടെന്നീസ് മത്സരങ്ങൾക്ക് സിംഗിൾസ്, ഡബിൾസ്, മിക്സഡ് ഡബിൾസ് എന്നീ 3 രൂപങ്ങളുണ്ട്. ടെന്നീസ് കോർട്ടിന് ദീർഘചതുരാകൃതിയാണ് ഉള്ളത്. ടെന്നീസ് കോർട്ടിന്റെ നീളം 23.7 മീറ്ററാണ്. പുല്ല്, കളിമണ്ണ്, ഉറച്ച പ്രതലം എന്നിങ്ങനെ ഏതെങ്കിലും പ്രത്യേകതയുള്ളതാവും ടെന്നീസ് കോർട്ട്. ടെന്നീസ് ബോൾ ഉണ്ടാക്കുന്നത് റബ്ബർ കൊണ്ടാണ്. 56.7 ഗ്രാം മുതൽ 58.6 ഗ്രാം വരെയാണ് ഒരു ടെന്നീസ് ബോളിന്റെ ഭാരം. ടെന്നീസ് കളിക്കാനുള്ള ബാറ്റ് റാക്കറ്റ് എന്നറിയപ്പെടുന്നു. ഒരു ടെന്നീസ് റാക്കറ്റിന്റെ കുറഞ്ഞ നീളം 69 സെന്റിമീറ്ററാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാന ടെന്നീസ് ടൂർണമെന്റുകളാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ, US ഓപ്പൺ എന്നിവ. ഈ 4 ടെന്നീസ് ടൂർണമെന്റുകളും ഗ്രാൻഡ് സ്ലാമുകൾ എന്നറിയപ്പെടുന്നു. ഒരു വർഷം തന്നെ 4 ഗ്രാൻഡ് സ്ലാമുകളും ആദ്യമായി വിജയിച്ചത് 1938 അമേരിക്കയുടെ ഡോൺ രണ്ട് തവണ 4 ഗ്രാൻഡ് സ്ലാമുകളും നേടിയ ഏക കളിക്കാരൻ ഓസ്ട്രേലിയയുടെ റോഡ് ലാവറാണ്. അമേരിക്കയുടെ മൗറീൻ കൊണോലിയാണ് 4 ഗ്രാൻഡ് സ്ലാമുകളും ഒരേ വർഷം നേടിയ ആദ്യത്തെ വനിത. വർഷത്തെ ആദ്യത്തെ ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ. എല്ലാ വർഷവും ജനുവരിയിൽ മെൽബോൺ പാർക്കിലാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ അരങ്ങേറുന്നത്. 1905 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റ് ആരംഭിച്ചത്. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റ് ജേതാവിന് ലഭിക്കുന്ന സമ്മാനത്തുക ഏതാണ്ട് 6.5 കോടി രൂപയാണ്. എല്ലാ വർഷവും മെയ്, ജൂൺ മാസങ്ങളിലായി നടക്കുന്ന ഫ്രഞ്ച് ഓപ്പണാണ് വർഷത്തിലെ രണ്ടാമത്തെ ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ്. ഫ്രഞ്ച് ഓപ്പൺ അരങ്ങേറുന്ന പാരീസിലെ സ്റ്റേഡിയം റോളാങ് ഗാരോസ് എന്നറിയപ്പെടുന്നു. കളിമൺ പ്രതലമുള്ള ഗ്രൗണ്ടാണ് റോളാങ് ഗാരോസിലേത്. ഫ്രഞ്ച് ഓപ്പണിലെയും സമ്മാനത്തുക ഏതാണ്ട് 6.5 കോടി രൂപയാണ്. വർഷത്തിലെ മൂന്നാമത്തെ ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റായ വിംബിൾഡൺ ഇംഗ്ലണ്ടിലെ ലണ്ടനിലാണ് നടക്കുന്നത്. പുൽക്കോട്ടിൽ നടക്കുന്ന ഏക ഗ്രാൻഡ് സ്ലാമാണ് വിംബിൾഡൺ. ഏറ്റവും പഴയ ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റാണ് വിംബിൾഡൺ. 1877 വിംബിൾഡൺ ടെന്നീസ് ടൂർണമെന്റ് ആരംഭിച്ചത്. ഏതാണ്ട് 5,35,00,000 രൂപയാണ് വിംബിൾഡൺ ജേതാവിനുള്ള സമ്മാനത്തുക. ലോകത്ത് ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള ടെന്നീസ് ടൂർണമെന്റാണ് US ഓപ്പൺ. ഏതാണ്ട് 7.5 കോടി രൂപയാണ് US ഓപ്പൺ ജേതാവിനുള്ള സമ്മാനത്തുക. ന്യൂയോർക്കിലാണ് US ഓപ്പൺ അരങ്ങേറുന്നത്. US ഓപ്പൺ നടക്കുന്ന പ്രധാന കോർട്ട് ഫ്ലഷിംഗ് മെഡോസ് എന്നറിയപ്പെടുന്നു. വികലാംഗരായ വീൽചെയറിൽ സഞ്ചരിക്കുന്നവർക്കും US ഓപ്പണിൽ മത്സരങ്ങളുണ്ട്. പുരുഷന്മാർക്കുള്ള ലോക ടീം ടെന്നീസ് ചാമ്പ്യൻഷിപ്പാണ് ഡേവിസ് കപ്പ്. ഏറ്റവും കൂടുതൽ തവണ ഡേവിസ് കപ്പ് വിജയിച്ച ടീം അമേരിക്കയാണ്. വനിതകൾക്കുള്ള ലോക ടീം ടെന്നീസ് ചാമ്പ്യൻഷിപ്പാണ് ഫെഡ് കപ്പ്. ഏറ്റവും കൂടുതൽ തവണ ഫെഡ് കപ്പ് ജേതാക്കളായതും അമേരിക്കയാണ്. പുരുഷന്മാരും സ്ത്രീകളും സംയുക്തമായി പങ്കെടുക്കുന്ന ടെന്നീസിലെ ടീം ചാമ്പ്യൻഷിപ്പാണ് ഹോപ്പ്മാൻ കപ്പ്. ഹോപ്പ്മാൻ കപ്പിൽ കൂടുതൽ തവണ ജേതാക്കളായതും അമേരിക്കയാണ്. 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സിൽ ടെന്നീസിൽ
വെങ്കല മെഡൽ നേടിയ ഇന്ത്യക്കാരനാണ് ലിയാണ്ടർ പേസ്. ഒരേ വർഷം തന്നെ എല്ലാ ഗ്രാൻഡ് സ്ലാമുകളും ഒളിമ്പിക് സ്വർണ്ണ മെഡലും നേടുന്നത് ഗോൾഡൻ സ്ലാം എന്നറിയപ്പെടുന്നു. ജർമ്മനിയുടെ സ്റ്റെഫി ഗ്രാഫ് മാത്രമാണ് ഗോൾഡൻ സ്ലാം നേടിയിട്ടുള്ള ഏക ടെന്നീസ് താരം.